2026 മുതൽ നമ്മളുടെ ഇൻകം ടാക്സിന്റെ പ്രാക്ടീസ് ഉണ്ടല്ലോ, അതൊരു വലിയൊരു ചേഞ്ചിലേക്ക് പോവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2026 ഏപ്രിൽ 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 നിലവിൽ വരികയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പയറ്റി തെളിഞ്ഞിട്ടുള്ള, നമ്മൾ പരിശീലിച്ചിട്ടുള്ള നമ്മളുടെ ഇൻകം ടാക്സ് ആക്ട് 1961 കാലഹരണപ്പെട്ടു പോവുകയാണ്. അതൊരു ഹിസ്റ്ററി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് വരുമ്പോൾ അവിടെ ഒരു വലിയ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട്. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ഇൻകം ടാക്സ് ആക്ട് 2025 ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ റെഡിയാണോ? അല്ലെങ്കിൽ നമ്മുടെ ആ പഴയ കംഫർട്ട് സോൺ ഉണ്ടല്ലോ, ഇൻകം ടാക്സ് ആക്ട് 1961 ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാനായിട്ടാണോ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒരു അമെൻമെന്റ് അല്ല. നമ്മൾ എല്ലാ വർഷവും 1961 പലപ്പോഴും കുറേ അമെൻമെന്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ആക്ച്വലി ഇത് അങ്ങനെ ഒരു അമെൻമെന്റ് അല്ല. ഇത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്? പഴയ ആക്ട് മാറിയിട്ട് പുതിയ ഒരു ആക്ട് വരികയാണ്. അതായത് ഇതുവരെ നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഡെഫിനീഷൻസ് മാറിയിട്ടുണ്ടാവും. ഈവൻ എല്ലാ സെക്ഷൻസ് വരെ കംപ്ലീറ്റ്ലി മാറി. ഇനി നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരുപാട് സെക്ഷനുകളുണ്ട്. സെക്ഷൻ 80C അല്ലെങ്കിൽ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൻ 24 ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണോ കേട്ട് പരിചയിച്ചിട്ടുണ്ടായിരുന്നത് അത് കംപ്ലീറ്റ്ലി മാറാനായിട്ട് പോവുകയാണ് ഈ ഏപ്രിൽ 1, 2026 മുതൽ. അപ്പം നമ്മളുടെ ശീലം കൊണ്ട് തന്നെ പഴയ ആക്ടിൽ നമ്മൾ ഒരു സ്ട്രാറ്റജിയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് റെഫറൻസ്, അങ്ങനെയുള്ള ശീലങ്ങളിൽ കൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഇവിടെ എക്സാക്ട്ലി നമുക്ക് ഗുണം ചെയ്യണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കാരണം ഇവിടെ നമുക്ക് ക്രോസ് റെഫറൻസിനൊക്കെ വേറെ സെക്ഷനുകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഇൻകം ടാക്സ് ആക്ട് 2025 1961 അപേക്ഷിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പുതുതായിട്ട് എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ചുനാൾ കഴിഞ്ഞ് ഒരു ക്ലയൻറ്റ് നിങ്ങളുടെ അടുത്ത് ഈ പുതിയ ആക്ട് പ്രകാരം ഈ പ്രൊവിഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ പഴയ ആക്ടിൽ ഉണ്ടായിരുന്ന ഈ പ്രൊവിഷൻ പുതിയ ആക്ടിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെഡിയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു ലാഗ് നിങ്ങളുടെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. ഒരുപാട് ആളുകൾ അപ്ഡേറ്റ് ആയിട്ടുള്ള, നമുക്കൊരു ചേഞ്ച് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ആക്ടിലെ ചേഞ്ചസുകളാവട്ടെ, അപ്പോൾ നമ്മൾ എപ്പോഴൊക്കെ ചേഞ്ച് വരുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ സർവൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുതിയ ഒരു ആക്ട് 2025 ആക്ട് വരുമ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പഴയ ഇൻകം ടാക്സ് ആക്ട് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പുതിയ ആക്ട് ഉണ്ടല്ലോ, അതിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പുതിയ ഒരുപാട് ഷെഡ്യൂൾസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ചാപ്റ്റേഴ്സുകളെ കൺസോൾഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കൊരു മൈഗ്രേഷൻ അത്ര ഇങ്ങോട്ട് ഈസി അല്ല എന്നർത്ഥം. അപ്പോൾ ഈ പുതിയ ഇൻകം ടാക്സ് ആക്ട് പഠിച്ചു തുടങ്ങാനായിട്ട് നമ്മൾ ഈ ജാനുവരി മുതൽ ഏപ്രിൽ വരെ ഒരു ഇൻകം ടാക്സ് ആക്ട് 2025 ലേണിംഗ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജാനുവരിയിൽ ലാസ്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ വരെ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ഫ്രം സെക്ഷൻ 1 തൊട്ട് സെക്ഷൻ 536 536 സെക്ഷനുകളാണ് നമ്മുടെ പുതിയ ആക്ടിലുള്ളത്. പഴയ ആക്ടിൽ 298 സെക്ഷൻസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 1 തൊട്ട് 536 വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഈ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഇതൊരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒന്നുമല്ല. നമ്മളൊരു തിയറി പഠിക്കുന്ന പോലെയല്ല ഇത് പഠിക്കുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മളൊരു പ്രാക്ടീസിന് എന്തൊക്കെയാണോ വേണ്ടത് ആ കാര്യങ്ങൾ ഫ്രം സെക്ഷൻ 1 തൊട്ട് 536 വരെ നമ്മൾ ഓരോ പ്രൊവിഷൻസും ഓരോ സെക്ഷൻസും നമ്മൾ കടന്നു പോയിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, ഒരു മൈഗ്രേഷൻ ലെവലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, പഴയ ആക്ടിൽ എന്തായിരുന്നു, പുതിയ ആക്ടിൽ എങ്ങനെയാണ്, ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ലോസ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്ലാസ്സസ് എല്ലാം ഒരു ലൈവ് സെഷൻസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. മാത്രമല്ല വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. നമ്മളൊരു കമ്മ്യൂണിറ്റി, നമ്മൾ കേരളത്തിലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് 2025 പഠിക്കുന്ന, സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈവ് ക്ലാസ്സസ്, ഡിസ്കഷൻസ് ഇതെല്ലാം നമുക്ക് അവിടെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, അപ്പോൾ നമ്മളൊരു ലൈവായിട്ടാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്തു എന്ന് വരാം. ചിലപ്പോൾ നമ്മൾ വീക്കിലി വൺസ് എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ ക്ലാസ്സസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് നിങ്ങൾക്ക് മിസ്
ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു റെക്കോർഡ്സും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ലൈഫ് ടൈം ആക്സസോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ റെക്കോർഡ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ചില പ്രൊവിഷൻസ് ഒക്കെ വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കാണണം, ഇത്തിരി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിന്, നിങ്ങളുടെ കൺവീനിയൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ആ ക്ലാസ്സസ് കണ്ടു തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് മിസ് ചെയ്തു എന്നുള്ളൊരു ഭയം അവിടെ ആവശ്യമൊന്നുമില്ല. ഇതോടൊപ്പം തന്നെ നമ്മുടെ കോഴ്സസിൻ്റെ വാല്യൂ ഡബിൾ ആക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇൻകം ടാക്സ് സ്റ്റഡി ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മളുടെ 3 കോഴ്സുകൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് AI ബേസിക് ആയിട്ടുള്ളൊരു കോഴ്സ്. ദെൻ സെക്കൻഡ് വൺ AI അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കോഴ്സ്. പിന്നെ നിങ്ങൾക്കറിയാം, ഞാനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം, നമ്മൾ പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സെഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. AI ബന്ധപ്പെട്ട് ഒരുപാട് വർക്ക്ഷോപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്ക്ഷോപ്പുകളുടെയും റെക്കോർഡ്സ് അവിടെ അവൈലബിൾ ആണ്. അവിടെ എല്ലാം പ്രാക്ടിക്കലായിട്ട്, വളരെ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ നമുക്കൊരു ഇൻകം ടാക്സ് നോട്ടീസ് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AI വെച്ചിട്ട് എങ്ങനെ വെറും ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നിങ്ങൾക്ക് ഒരു നോട്ടീസിൻ്റെ റിപ്ലൈ, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള റിപ്ലൈകളൊക്കെ എങ്ങനെ തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ ഒരു 2-3 അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വെറും 1-2 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ എങ്ങനെയൊക്കെ ചെയ്ത് തീർക്കാം എന്ന് നിങ്ങൾക്ക് ഈ AI സെഷൻസിലൂടെ കടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ ഇൻകം ടാക്സ് സ്റ്റഡി ക്ലാസ്സസിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മളുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സസ്, AI ബേസിക്, അഡ്വാൻസ്, അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൻ്റെ എല്ലാ റെക്കോർഡ്സും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ ഈ കോഴ്സിൻ്റെ മെമ്പർഷിപ്പിനെ കുറിച്ച് പറയാം. നമ്മളുടെ ഈ കോഴ്സിൻ്റെ ആക്ച്വൽ മെമ്പർഷിപ്പ് ഫീ വരുന്നത് 6000 റുപ്പീസാണ് വരുന്നത്. എന്നാൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് 2999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ആക്ച്വലി അങ്ങനെ ഒരു ഡിസ്കൗണ്ട് ആയിട്ട് തരുന്നതൊന്നുമല്ല കേട്ടോ. നേരത്തെ പെട്ടെന്ന് ഒരു ഇയേർലി ഡിസിഷൻ എടുക്കുന്ന ആളുകൾക്ക് ഒരു റിവാർഡ് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ 100 പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോഴ്സിൻ്റെ റെഗുലർ പ്രൈസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ല എന്നുണ്ടെങ്കിലും ഇൻകം ടാക്സ് ആക്ട് 2025 എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് പ്രാബല്യത്തിൽ വരും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഡിസിഷൻ എടുക്കുക. നമ്മൾ ഇത് പഠിച്ച് കാലത്തിനൊത്ത് നമ്മൾ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും എന്നർത്ഥം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട്, നമ്മൾ എന്നും പ്രാക്ടീസിൽ നമ്മൾ സർവൈവ് ചെയ്ത് നിൽക്കാനായിട്ട്, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ഇൻകം ടാക്സ് ആക്ട് 2025 കൂടി നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നമുക്ക് ഇൻകം ടാക്സ് ആക്ട് ഒരുമിച്ച് പഠിക്കാം.